എന്റെ കുട്ടികളെ ദയവായി അറസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നേതാവായ എന്റെ കയ്യിലാമം വെക്കൂ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ചേംബറിലേക്ക് കയറി ചെന്നു. ഏറെ വികാരത്തോടെയും നിറക്കണ്ണുകളോടെയും പ്രധാനമന്ത്രി അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് നേരെ മേശയുടെ ഇങ്ങേ ഭാഗത്തേക്ക് വന്ന് രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചു. കായിരമില്ലത്തിന്റെ ഇത്ര പരിശുദ്ധമായ കൈകളിൽ ആമം വെക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമോ എന്ന് ചോദിച്ചു. അതാണ് കായിരമില്ലത്ത്. ഇങ്ങനെയും ചില മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. പ്രസ്ഥാനങ്ങളൊന്നും കൂട് പോലെ മുളച്ചതല്ല എന്ന് ചിന്തിക്കണം. അതിന്റെയൊക്കെ പിന്നിൽ ഉജ്ജ്വലമായ ത്യാഗത്തിന്റെ കഥയുണ്ട്. വലിയ മനുഷ്യരുടെ ത്യാഗത്തിന്റെ കഥകളുണ്ട്. സദാസമയവും കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാവും. ഇരുത്തം നടത്തം എല്ലാം തസ്ബീഹിലാണ്. ചുണ്ടുകൊണ്ട് തസ്ബീഹ് മൊഴിയാത്തൊരു സെക്കൻഡ് കായിരമില്ലത്തിനില്ല. സാത്വികളായ ആരിഫീങ്ങളായ സൂഫികളായ ആലിമീങ്ങളായ അനർത്ഥമാക്കുന്ന ജീവിതം. സദാസമയവും മുസബ്ബിഹാണ് തസ്ബീഹ് കൊണ്ടിരിക്കും. സദാസമയവും പാർലമെന്റിൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന നേരത്തും തസ്ബീഹിന്റെ മാലയുടെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. കായിരമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1965 ഹജ്ജിന് പോയി. ബഹുമാനപ്പെട്ടവർ ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സൗദിയുടെ ഇന്ത്യയിലെ അംബാസഡർ എന്ത് ചെയ്ത് മഹാനായ കായിരമില്ലത്തിന് അദ്ദേഹത്തെ തന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഒരു കത്ത് കൊടുത്തു. എല്ലാവിധ സൗകര്യങ്ങളും ഈ മനുഷ്യന് ചെയ്തു കൊടുക്കണം എന്നറിയിച്ചുകൊണ്ടൊരു കത്ത്. ബഹുമാനപ്പെട്ടവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഹജ്ജ് വേളയിൽ എല്ലാവിധ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട കായിരമില്ലത്തിന് ലഭിക്കാൻ വേണ്ടി സൗദി അംബാസഡറുടെ കത്തും പോക്കറ്റിലിട്ട് നേരെ ബഹുമാനപ്പെട്ട 1965 കായിരമില്ലത്ത് ഹജ്ജിന് പോയി. ഹജ്ജ് കഴിയുന്നവരെയും തന്റെ ബാഗിന്റെ ഉള്ളിൽ ആ കത്ത് അങ്ങനെ കിടന്നു. ആ കത്തും കൊണ്ട് തിരിച്ചു പോലും ചെയ്തു. തിരിച്ചു വന്ന് അതേ കത്ത് അംബാസഡർക്ക് തിരിച്ചു കൊടുത്തു. ആർക്കും കത്ത് കൊടുത്തില്ല. എന്തുകൊണ്ട് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ മുസൽമാന്റെ അമീറാണ് ഈ വരുന്നത്. അമീറുൽ ഹിന്ദ്, അമീറുൽ മുസ്ലിമീന ബിൽ ഹിന്ദ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അമീറാണ് ഹജ്ജിന് വരുന്നത്. അദ്ദേഹത്തിന് രാജകീയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് സൗദിയുടെ അംബാസഡർ തന്നെ ബോംബെ എന്ന് എഴുതിയിട്ട് കത്തിച്ചു കൊടുക്കുക. ഒന്നും ആവശ്യപ്പെടാതെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അമീറാണ് ഈ വരുന്നത്, രാജകീയ സ്വീകരണം കൊടുക്കണം. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരിക. ഹജ്ജിന് പോയി, അറഫയിൽ പോയി, മിനെ പോയി, മുസ്ദലിഫയിൽ പോയി, എല്ലാരെ പോലെ പോയി. എല്ലാരും തിരക്കിലും തെക്കിലും തള്ളലും പെട്ട് എല്ലാവരും താമസിക്കുന്ന ടെന്റുകളിൽ താമസിച്ചു. കഷ്ടപ്പാട്. ഇന്നത്തെ ടെന്റുകൾ എന്ന് പറഞ്ഞാൽ ശീതീകരിച്ച ടെന്റ്. അന്നോ താൻ തന്നെ ഉണ്ടാക്കുന്ന തുണിത്തമ്പുകള്. 1965 കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. അവനവൻ തുണികൾ കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന തുണിത്തമ്പുകള്. ആ തുണിത്തമ്പുകളിൽ താമസിച്ചു കഷ്ടപ്പെട്ടു. ഹജ്ജും കഴിഞ്ഞാൽ സാധാരണ ഫക്കീറിന്റെ എല്ലാവിധ കഷ്ടപ്പാടും അനുഭവിച്ച് തിരിച്ചു വന്ന് ആ കത്ത് നേരെ അംബാസഡർക്ക് തിരിച്ചു കൊടുത്ത്. എന്തുകൊണ്ട്? കായിരമില്ലത്തിന് ആവശ്യമില്ല. അദ്ദേഹം സൗകര്യത്തിന് വേണ്ടി പോയതല്ല. ഇവരൊക്കെയാണ് അങ്ങനെ ഒരു മനുഷ്യനെ ഈ ലോകം മുഴുവൻ ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ കഴിയും. എന്തുകൊണ്ട്? ആദർശബോധമുള്ള ജനതയെ നേതാക്കന്മാരെ ആരും സ്വീകരിക്കും. അവരാർക്കും മറക്കാൻ കഴിയില്ല. അവരെല്ലാവരും അംഗീകരിക്കും. മിയാ ഖാൻ എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുത്തു. മദ്രാസിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം തുടങ്ങി. എഞ്ചിനീയർ ആകാൻ വേണ്ടി പഠിക്കാണ്. ഒരു ദിവസം പ്രതിപക്ഷ നേതാവാണ് ബഹുമാനപ്പെട്ട കായിരമില്ലത്ത് മദ്രാസിൽ. ഒരു ദിവസം ഭരണകക്ഷിയിൽപ്പെട്ട ഒരു മന്ത്രി അടുത്തിൽ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മിയാ ഖാന്റെ പഠനം എങ്ങനെയുണ്ട് കായിരമില്ലത്തിനോട്. അപ്പോൾ മന്ത്രിയോട് കായിരമില്ലത്ത് ചോദിച്ചു, എന്റെ മകൻ മിയാ ഖാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ മന്ത്രി പറഞ്ഞു, അപേക്ഷ എന്റെ മേശപ്പുറത്താണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ മകനാണെന്ന് എളുപ്പത്തിൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേഗം സീറ്റ് കൊടുത്തതാണ്. കായിരമില്ലത്ത് അർത്ഥഗർഭമായി വന്ന മൂളി പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. മകനോട് പറഞ്ഞു, മന്ത്രിയുടെ റെക്കമെൻഡിൽ കിട്ടിയ എഞ്ചിനീയറിംഗ് നിനക്ക് വേണ്ട, പടച്ചമ്പുരാന്റെ അടുത്ത് ഉപകരിക്കൂല. സാധാരണക്കാരനായി കിട്ടിയ കോട്ട മതി. അതോടുകൂടെ എഞ്ചിനീയറിംഗ് പഠനം അവസാനിപ്പിച്ചു. ഉന്നത ബിരുദത്തിന് വേണ്ടി പോയപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ആകർഷനായി, സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷനായി 1920
സ്വന്തം പരീക്ഷ ഉപേക്ഷിച്ചു. ആര്? ബാപ്പ ഖൈരമില്ലത്ത്. മകനോ? മകനെ എന്റെ മകനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് കൊടുത്തത് എന്ന് വന്നാൽ നിന്നെക്കാൾ അർഹതയുള്ള വേറൊരാളെ തഴഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്റെ മകനായതുകൊണ്ട് തന്നതല്ലേ, അപ്പൊ നിന്റെ അർഹതയല്ല. ഈ സീറ്റ് കിട്ടിയത്, ഈ എഞ്ചിനീയറിംഗിൽ സീറ്റ് കിട്ടിയത് നിന്റെ അർഹതയല്ല. നിന്നെക്കാൾ മാർക്ക് നേടിയ വേറൊരാൾ ഉണ്ടാകാം. എന്റെ മകനായതുകൊണ്ട് നിനക്കുന്നതാണ് എങ്കിൽ അർഹതയുള്ള ഒരാളെ തഴഞ്ഞിട്ടുണ്ടാവാമല്ലോ സ്വാഭാവികമായും. മാത്രമല്ല അധികാരികളിൽ നിന്ന് ഒന്നും സ്വീകരിക്കുന്ന പരിപാടി ഖൈരമില്ലത്തിനുണ്ടായിരുന്നില്ല. അതവസാനിച്ചു. സ്വയം തൊഴിൽ കണ്ടെത്തി UPSC-യിൽ അപേക്ഷ കൊടുത്തു, പരീക്ഷ പാസ്സായി, ഇന്റർവ്യൂവിന് പോയി മകൻ. മറ്റൊരിക്കൽ ഡൽഹിയിൽ MP ആയി വാഴുന്ന കാലത്ത് മഹാനായ ഖൈരമില്ലത്ത് ഇന്റർവ്യൂവിനിരിക്കുന്ന ജനനേതാവിന്, കമ്മീഷൻ അംഗത്തിന് ഇന്റർവ്യൂ നടത്തുന്ന ആൾക്ക് അറിയാം ഇത് ഖൈരമില്ലത്തിന്റെ മകനാണ്. അപ്പോൾ ദേഷ്യപ്പെട്ടു. ഉപ്പാനെ ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ജോലി വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു? എന്നാൽ ഈ ഇന്റർവ്യൂ ചിന്തിക്കണം. പലപ്പോഴും ഇന്റർവ്യൂകൾ പ്രഹസനമായിരിക്കും. നേരത്തെ അവർ കൊടുക്കാനുള്ള ആളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇന്റർവ്യൂ നടത്തും. നിങ്ങളെ പരിഗണിക്കാമായിരുന്നത് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം വരെ ബാപ്പാനെ ഞാൻ കണ്ടിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാൾക്ക് വേണ്ടി ഒരിക്കൽ പോലും റെക്കമെൻഡ് ചെയ്തില്ല. മകന്റെ ജോലിയും പോയി. ഒരു റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായ വിദ്യാഭ്യാസം വേണ്ട, ഒരു റെക്കമെൻഡ് കൊണ്ടുള്ള ജോലി വേണ്ട. എന്താ വീട്ടിലെ സാഹചര്യം? റേഷനിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് മാത്രം കഴിയുന്ന വീട്ടിലെ സാഹചര്യം. ആ വീട്ടിലെ സാഹചര്യമാണ് സാഹചര്യത്തിലാണ് മാന്യമായ തൊഴിൽ സ്വന്തം മകന് കിട്ടുന്നത്. മഹാനായ ഖൈരമില്ലത്തുകാരൻ മുടങ്ങിപ്പോയത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും തോൽ കമ്പനിയുടെ മാനേജറായി ക്ഷണിച്ച് ബഹുമാനപ്പെട്ട ഖൈരമില്ല, അദ്ദേഹത്തിന് തോൽ വ്യവസായം വല്ലാതെ അറിയും. തന്റെ കമ്പനി പൊളിഞ്ഞതുമാണ്. ലോകത്തെ എല്ലാ കമ്പനികളുമായി വലിയ ബന്ധമുള്ള ആളാണ്. ക്ഷണിച്ചപ്പോൾ ശമ്പളം തരാൻ പറഞ്ഞു. ശ്രീനിവാസ് അയ്യർ എന്നൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ തോൽ കമ്പനിയുടെ മാനേജറാക്കി ക്ഷണിച്ചു. ഖൈരമില്ലത്ത് പറഞ്ഞു, എന്റെ കമ്പനി പൊളിഞ്ഞപ്പോൾ മദ്രാസിൽ ചെറിയ കുറെ കമ്പനികൾ ഉണ്ടായി, അവർ ഉപജീവനം നടത്തുന്നുണ്ട്. ഞാൻ വീണ്ടും തിരിച്ചു വന്നാൽ കച്ചവടം വളരും, അപ്പോൾ അവരുടെ എല്ലാം കമ്പനി പൂട്ടും, അപ്പോൾ ആ കുടുംബ പട്ടിണിയാവും. അതുകൊണ്ട് വേണ്ട. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആത്മാർത്ഥതയില്ലാതെ നിങ്ങളെ ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യണം. അങ്ങനെ വന്നാൽ പടച്ചമ്പുരാന്റെ മുന്നിൽ ഞാൻ കുടുങ്ങും ചെയ്യും. ഞാൻ ആത്മാർത്ഥതയോടുകൂടെ കച്ചവടം ചെയ്താൽ ചെറുകിട വ്യവസായങ്ങൾ പൂട്ടും. ഞാൻ ആത്മാർത്ഥതയോടെ തൊഴിൽ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ മുന്നിൽ എന്റെ കാര്യം പൂട്ടും. അതുകൊണ്ട് എന്താണെങ്കിലും എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. വീട് പട്ടിണിയായ കാലഘട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. 948 ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏകദേശ സുഖങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണക്കാരൻ ഖൈരമില്ലത്ത്. ഭരണഘടനയിലെ 21-ാം ആർട്ടിക്കിളായ വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ ഒരു ഭരണഘടനയാവില്ല. വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ ജനാധിപത്യമാവുകയില്ലെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉശിരോളം വാദിച്ച് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം അത് വാങ്ങിയതിന്റെ പിന്നിൽ മറ്റാരുമല്ല, മഹാനായ ഖൈരമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഭരണഘടനയിലെ 21-ാം ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണല്ലോ വ്യക്തി സ്വാതന്ത്ര്യം. ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ച ആൾ ബഹുമാനപ്പെട്ട ഖൈരമില്ലത്താണ്. മാത്രവുമല്ല, ഇന്നെല്ലാവരും ഇസ്ലാമിക ശരീഅത്തിനെ ചില ഭാഗങ്ങളിലെങ്കിലും, ശരീഅത്ത് നിയമങ്ങളെ ചില ഭാഗങ്ങളിലെങ്കിലും സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. അഥവാ ഏക സിവിൽ കോഡ് നാട്ടിൽ നടപ്പിലാക്കുന്നില്ല. ഇതിനെന്താ കാരണക്കാരൻ ഖൈരമില്ലത്താണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ ശക്തവും വ്യക്തവുമായ കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഈ വിഷയത്തിൽ ശരീഅത്ത് നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അനുവാദം കൊടുക്കണം. മഹാനായ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അംബേദ്കറെ പോലെയുള്ള വലിയ മനുഷ്യർ കൂടെ ഖൈരമില്ലത്തിന്റെ ഉരുക്കു ശബ്ദത്തിന്റെ മുന്നിൽ അവർക്കൊന്നും മറുത്തു പറയാൻ കഴിഞ്ഞില്ല. കാര്യത്തിൽ തീരുമാനമുണ്ടായി. അദ്ദേഹം പറയുന്ന 100% ശരിയാണെന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശരീഅത്തിന്റെ നേട്ടങ്ങൾ ചില വിഷയങ്ങളിലെങ്കിലും, ചില സിവിൽ നിയമങ്ങളിൽ വിവാഹമോചനം, അനന്തരാവകാശം പോലെയുള്ള കാര്യങ്ങളിലെങ്കിലും
ഇന്ന് നമ്മൾ ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണക്കാരൻ യഥാർത്ഥത്തിൽ മഹാനായ ഖായിദ മില്ലത്താണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ തള്ളിക്കളയാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഇത് മാത്രമല്ല, മതവിദ്യാഭ്യാസത്തിന് സൗകര്യം സ്റ്റേറ്റ് ചെയ്തു കൊടുക്കണം. മതം എന്നത് ഒരിക്കലും നാശമല്ല, മതത്തെ അറിയാതിരിക്കലാണ് നാശം. വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ ഭരണഘടനയിൽ ഏത് വിഭാഗവും അതവരുടെ മതം പഠിക്കാനും പഠിപ്പിക്കാനും അവകാശവും അർഹതയുമുണ്ട് എന്ന ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ വരാനുള്ള കാരണം ശക്തിയുക്തമായ ഇടപെടലാണ് ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്തിന്റെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മദ്രസകൾ, സമസ്തക്ക് മാത്രം 10,000 മദ്രസകളുണ്ട്. എല്ലാ വിഭാഗത്തിലും മദ്രസകളുണ്ട്, എല്ലാ നാടുകളിലുമുണ്ട്, ഇന്ത്യയിൽ എവിടെയുമുണ്ട്. ഈ മദ്രസകളുടെ പ്രധാനപ്പെട്ട കാരണം മദ്രസ മാത്രമല്ല, ഹിന്ദുമതമായി പഠിപ്പിക്കുന്നു അവരവരുടെ സ്ഥാപനങ്ങളിൽ. അതേപോലെ തന്നെ ക്രിസ്തുമതം കൃത്യമായി പഠിപ്പിക്കുന്നു. സർക്കാർ തന്നെ ചെലവെടുത്തുകൊണ്ട് മതം പഠിപ്പിക്കണം. അതാത് വിഭാഗത്തെ അവരുടെ മതം പഠിപ്പിക്കാൻ സർക്കാർ പണം ചെലവാക്കണം. എന്തുകൊണ്ട്? ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ മതം പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ് കുഴപ്പം. അവരെ മതം പഠിച്ചാലൊരു കുഴപ്പമില്ല. അതുകൊണ്ട് യഥാർത്ഥ ഉത്തമ പൗരനെ, ഒരു മതത്തിന്റെ ഒരു ഉത്തമ പൗരനെ ഒരു രാജ്യത്തിന് ലഭിക്കണമെങ്കിൽ ആ മതം പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഭരണഘടനയിൽ കൃത്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇടപെട്ട് വളരെ ശക്തമായി വാദിച്ചു. എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നു. ഇങ്ങനെ അനവധി രംഗങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത്, മഹാനായ ഖായിദ മില്ലത്തിന്റെ ഇടപെടലുകൾ. ഇത് മാത്രമല്ല, ഒന്നും സമുദായത്തിന് അപമാനകരമായ ഒരു കാര്യം അദ്ദേഹം സ്വീകരിച്ചില്ല. സമുദായത്തിന്റെ യശസ്സ് എപ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. 1947 ഡിസംബർ മാസം കറാച്ചി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാകിസ്ഥാൻ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ കയ്യിൽ 40 ലക്ഷം രൂപയുണ്ടായിരുന്നു. അവരത് രണ്ടാക്കി ഭാഗിക്കാൻ തീരുമാനിച്ചു. ഭൂരിഭാഗം പാകിസ്ഥാനികൾക്ക് 17 ലക്ഷം ഇന്ത്യയിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഖായിദ മില്ലത്തിന് കൊടുക്കാൻ ഏൽപ്പിച്ചു. 17 ലക്ഷം രൂപ 1947 ഡിസംബർ മാസത്തിൽ ഖായിദ മില്ലത്ത് പറഞ്ഞു, നിങ്ങൾ 40 ലക്ഷം വെക്കുക, ഞങ്ങൾക്കൊരു പൈസ വേണ്ട. എന്തുകൊണ്ട്? ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പ്രസ്ഥാനം വളർത്തണമെങ്കിൽ ഞങ്ങൾ വിയർപ്പൊഴുക്കിയ അധ്വാനത്തിന്റെ പണത്തിൽ നിന്നായിരിക്കണം. മറ്റൊരു രാജ്യത്തിന്റെ പണം കൊണ്ട് ഞങ്ങൾ സംഘടന കെട്ടിപ്പടുക്കുകയില്ല. ഇസ്ലാം മത പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് തഴച്ചു വളരുന്നത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഇത് ചിന്തിക്കാം. ഖായിദ മില്ലത്ത് ആ പണം സത്യത്തിൽ സ്വീകരിക്കാം. അവിഭക്ത ഇന്ത്യയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിഭക്ത ഇന്ത്യയിലെ മൊത്തം അവരെ കയ്യിലുള്ള കയ്യിരിപ്പായിരുന്നു 40 ലക്ഷം രൂപ. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യക്കാർക്കായ മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് 17 ലക്ഷം രൂപ. സംഘടന ഉണ്ടാക്കാമെന്ന് വേണ്ടി അത് കൊടുക്കാമെന്നും ഏറ്റു. പക്ഷേ ആ പൈസ മഹാനായ ഖായിദ മില്ലത്ത് സ്വീകരിച്ചില്ല. നിങ്ങളും ഞങ്ങളും ഇപ്പോൾ രണ്ടാണ്. നിങ്ങൾ വിദേശികളാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. വിദേശികളായ നിങ്ങളുടെ പണം കൊണ്ട് സംഘടന ഞങ്ങളുടെ രാജ്യത്ത് കെട്ടിപ്പടുക്കുകയില്ല. ഞങ്ങൾക്ക് സംഘടന കെട്ടിപ്പടുക്കുന്നത് ഞങ്ങളുടെ അധ്വാനത്തിന് പണം കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സംഘടന ഞങ്ങൾക്ക് ഉപകരിക്കുകയില്ല. മഹാനായ ഖായിദ മില്ലത്ത് വാദിച്ചു. 1 രൂപ പോലും വാങ്ങാതെ, ചില്ലി കാശ് വാങ്ങാതെ സാധുവായി തിരിച്ചു വന്നു. എന്നിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയുണ്ടാക്കി. എന്ന് മാത്രമല്ല അവസാന സെക്കൻഡിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. അവസാന സന്ദർഭത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുപോരുകയാണ്. അവസാന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഉപകാരം പണമല്ല, നിങ്ങൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ എല്ലാവിധ സൗകര്യവും അവർക്ക് ചെയ്തു കൊടുക്കണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനോട് പിരിയുന്ന വേളയിൽ ഖായിദ മില്ലത്ത് പറയുകയാണ്, നമ്മൾ ഇന്ന് 2 വ്യത്യസ്ത രാജ്യങ്ങളിലെ പൗരന്മാരായി വേർപിരിയുകയാണ്. താങ്കൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കൽ എന്റെ കർത്തവ്യമായി ഞാൻ കരുതുന്നു. അവസാനത്തെ സംഭാഷണം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി പിരിയുകയാണ് 1947 ഡിസംബറിൽ. നിങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്,
നിങ്ങൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട്, മറ്റൊരു രാജ്യത്തിന് പ്രധാനമന്ത്രി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമായി എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. യാതൊരു പരിതസ്ഥിതിയിലും ഇന്ത്യൻ മുസൽമാന്മാരുടെ കാര്യത്തിൽ താങ്കൾ ഇടപെടരുത്. ഞങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റിയും കർത്തവ്യങ്ങളെ പറ്റിയും അവകാശങ്ങളെ പറ്റിയും അധികാരങ്ങളെ പറ്റിയും ഞങ്ങൾക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അങ്ങനെ അവ എങ്ങനെ നേടേണ്ടത് എന്നും ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ഗവൺമെന്റും ഭൂരിപക്ഷ സമുദായവും ഞങ്ങളെ കുറ്റക്കാരായി വിചാരണ ചെയ്താലും വിധി കൽപ്പിച്ചാലും ഏത് പരീക്ഷണങ്ങളെയും നേരിടാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളോട് ഊന്നിപ്പറയാൻ എനിക്കുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് എന്ത് പ്രതിസന്ധി തന്നെ നേരിട്ടാലും ശരി, പാകിസ്ഥാനിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ പരിരക്ഷിക്കുകയും അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ഹിന്ദുക്കളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം. ആ ഒരു മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഈ ഒരു സഹായം മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പൈസയും വേണ്ട. ഇവിടുത്തെ ഹിന്ദുക്കൾ നിങ്ങൾ നല്ലതുപോലെ സംരക്ഷിക്കണം എന്ന് 1947 ഡിസംബറിൽ വിട്ടുപിരിയാണ് അവസാനം. ആദർശവാനായ നേതാവ്, ചിന്തിക്ക്. കോടീശ്വരനായി ജീവിച്ചിരുന്ന മനുഷ്യൻ പകലിട്ട വസ്ത്രം രാത്രി ഒറ്റയ്ക്കിരുന്ന് കഴുകും. എന്നിട്ട് എന്തിനെ? വേറെ വസ്ത്രമില്ല. ഒരിക്കൽ MK ഹാജിയാക്കാരി മനസ്സിലാക്കി. ഒരു കോട്ടും പൈജാമയും മെല്ലെ അദ്ദേഹത്തിന്റെ ബാഗിൽ വെച്ചു. കഷ്ടപ്പെട്ട് ഊരുതൊണ്ടും പകലിൽ ഊരുതൊണ്ടും കഷ്ടപ്പെട്ട് അധ്വാനിക്കും, ഫീൽഡിലായിരിക്കും മുഴുവനും സമയം. മര്യാദക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വസ്ത്രം. ഈ വസ്ത്രം രാത്രിയായാൽ അദ്ദേഹം തന്നെ കഴുകും. എന്നിട്ട് പിറ്റേന്നും ആ വസ്ത്രം തന്നെ അണിയും. നിങ്ങൾ ചിന്തിക്കണം, 1920 ഗാന്ധിജിക്ക് 1 ലക്ഷം രൂപ ദാനം കൊടുത്ത മനുഷ്യന്റെ കഥയാണ് ഈ പറയുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി 1920 ആ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ പോയി? സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകന്മാരും സമുദായത്തിന്റെ മുന്നിലിരിക്കുന്നവരും ഗൗരവമായി ചിന്തിക്കണം. നേതാക്കളെല്ലാം അൽ ഉലമാ വൽ ഉമറാ, ഈ വിഭാഗമാണല്ലോ സമൂഹ നിർമ്മാണം നടത്തേണ്ടത്. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഇദാ സലഹ സലഹ നാസ് കുല്ലുഹും, അവർ നന്നായാൽ എല്ലാവരും നന്നാവും. വഇദാ ഫസദ, അവർ നാശമായാലോ ഫസദ നാസ് കുല്ലുഹും, സമൂഹം മുഴുവൻ നശിക്കും. പിന്നെ അവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിയൂല. ഏതാ 2 വിഭാഗം? അൽ ഉലമാ വൽ ഉമറാ, പണ്ഡിതന്മാരും സമൂഹത്തിന്റെ നേതാക്കളും. ആ 2 വിഭാഗവും യഥാർത്ഥ ജീവിതം ജീവിച്ചാൽ, യഥാർത്ഥ മുസൽമാന്റെ പരിത്യാഗമുള്ള ജീവിതം അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, നേരെയായ നിലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ശാസനകളെ കൃത്യമായി സ്വീകരിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, സ്വലഹന്നാസു കുല്ലുഹും, ജനങ്ങളെല്ലാം നന്നാവും. ജനങ്ങളെ പിന്നെ നന്നാക്കേണ്ടി വരില്ല. 2 വിഭാഗം ആളുകൾ നന്നാവണം. ഇദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും. പല ധാർമ്മിക പ്രസ്ഥാനങ്ങളും ക്രീമി ലെയർ പാർട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആരും ഒന്നും വിചാരിക്കരുത് എനിക്ക് ഒരാവശ്യവും ഒരു പാർട്ടിയിൽ നിന്നും ഇല്ല. ഏതെങ്കിലും ഒരു MLA-യുടെയോ മന്ത്രിയുടെയോ മുന്നിൽ ഇന്ന് വരെ എന്റെ ഒരു വ്യക്തിപരമായ കാര്യം പറഞ്ഞ് ഞാൻ വന്നിട്ടില്ല. വരുമെന്ന് വിചാരിക്കും വേണ്ട. ഞാൻ ഇത്രയും എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു കാര്യം: ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ പ്രസ്ഥാനം, മറ്റു പ്രസ്ഥാനങ്ങൾ എന്തോ ആവട്ടെ, ഈ പ്രസ്ഥാനം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ പ്രസ്ഥാനമില്ലെങ്കിൽ ഈ സമുദായത്തിന് മുന്നോട്ടാൻ കഴിയില്ല. ഊണിലും ഉറക്കിലും ഈ സമുദായത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യത ഈ പ്രസ്ഥാനത്തിനുണ്ട്. പുതിയ തലമുറക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ കൃത്യമായി അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കണം. ചില കുടുംബങ്ങൾ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ വല്ലിപ്പമാർ സുഖലോലുപതയുടെ പിന്നാലെ പോയതുകൊണ്ടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ രാജിവെക്കുക എന്നതൊരു കാലഘട്ടത്തെ ട്രെൻഡായിരുന്നു. മാത്രമല്ല, മുസ്ലിം ലീഗിൽ കൂടിയാൽ പിന്നെ ധനം കയ്യിലുണ്ടാവുകയില്ല എന്ന് ധനാഢ്യന്മാരുടെ എന്നൊരു അന്തർധാര ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് മുതലാളിമാരൊക്കെ കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും കൂടി മുസ്ലിം ലീഗിൽ ഉണ്ടായില്ല. അപൂർവം ചില ധനാഢ്യന്മാരെ മാത്രമാണ് മുസ്ലിം ലീഗിൽ കിട്ടിയത്. ആ ധനാഢ്യന്മാരുടെ പിന്തലമുറക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അതെന്താ കാരണം? അതവരുടെ പിതാമഹന്മാരുടെ കുറ്റം. പിൽക്കാലഘട്ടത്തിൽ പലരൊക്കെ ഇതിലേക്ക് മാറി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും പിന്നെയുള്ള പ്രശ്നം എന്താ? നിലവിലുള്ള പുതിയ തലമുറയ്ക്ക് ഇവരെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ കഴിവില്ലായ്മ. അത് നമ്മുടെ ഒന്നാമതായി മനസ്സിലാക്കി കൊടുക്കേണ്ട എന്താ? മനസ്സിലാക്കി കൊടുക്കലിന്റെ ഏറ്റവും വലിയ കാര്യം
ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഊർജ്ജം മുഹമ്മദ് മുസ്തഫയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഊർജ്ജം മുഹമ്മദ് മുസ്തഫയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം മുഹമ്മദ് മുസ്തഫയുടെ ജീവിതമാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം 947 വിഭജനത്തോടുകൂടെ തീരുമായിരുന്ന ഈ സാധനം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ താങ്ങും തണലുമായി ചുമരുണ്ടായാലല്ലേ ചിത്രം വരക്കാൻ കഴിയൂ. അവസാനത്തെ മുസ്ലിമും ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നത് വരെ ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് അനിവാര്യമാണ്. എന്തുകൊണ്ട്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഉണ്ടായാലേ വഫിൽ ആഖിറതി ഹസന ഉണ്ടാകൂ. പക്ഷേ അത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പെടുത്തു നിർത്താൻ കഴിയില്ല. ഏതാണോ ഖൈറമില്ലത്തിന്റെ സാഹചര്യം അതാണ് ഇന്നത്തെയും സാഹചര്യം മാറിയിട്ടില്ല. പലർക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ഖൈറമില്ലത്തുമാർ തിരിച്ചു വരാതെ കഴിയില്ല. ഖൈറമില്ലത്തുമാരെ സൃഷ്ടിക്കാതെ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ടോ കഴിയില്ല. രാഷ്ട്രീയ സുസ്ഥിരത നേടാതെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു രാജ്യത്ത് അഭിമാനത്തോടുകൂടെ എണീറ്റിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് മറ്റുള്ള പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കലോ അവരെ മേക്കിട്ട് കയറലോ അല്ല. ഒരിക്കലും അങ്ങനെയല്ലല്ലോ. മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു വിഭാഗത്തിനെയും മേക്കിട്ട് കയറിയിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പോ ശേഷമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു വർഗീയ ലഹള നടത്തിയിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു സർവേന്ത്യ മുസ്ലിം ലീഗോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം മുമ്പോ ശേഷമോ ഒരു വർഗീയ ലഹള നടത്തിയിട്ടില്ല. അപ്പോൾ ഏത് സമുദായം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകൾക്കും സന്തോഷകരമായി ജീവിക്കാവുന്ന നാടാണ് മലബാർ. കോഴിക്കോട്, മലപ്പുറം എന്ന് മാത്രമല്ല, മലബാർ എവിടെയും. എന്തുകൊണ്ട്? മലബാർ ആത്മപ്രകാശമുള്ള ജനങ്ങളാണ്. അവർ ആത്മീയ അംശമുള്ള വലിയ വലിയ നേതാക്കന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അധ്യാപനങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അന്ത്യനാൾ വരെ ഇന്ത്യൻ മുസൽമാൻ നിലനിൽക്കണം. പക്ഷേ രാജാജി ഹാളിലെ വിഷമം എന്താണോ ഖൈറമില്ലത്തിനെ പോലത്തെ ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ തത്തുല്യമായ വിഷമം ഇപ്പോഴും നിലനിൽക്കുന്നു. അവർ വേണ്ടതെല്ലാം ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇടക്കാലത്ത് സാധാരണ ജനങ്ങൾക്കിടയിൽ ക്രീമി ലെയറിന് മാത്രമേ പാർട്ടിയിൽ നേട്ടം കിട്ടൂ എന്ന ഒരു ധാരണ വളർന്നു വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഗൗരവമായി ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പുതിയ സമൂഹം എന്ന് പറഞ്ഞാൽ സംവേദനക്ഷമത കൂടുതലുള്ള സമൂഹമാണ്. കാര്യങ്ങൾ അവർ മനസ്സിലാക്കണമെങ്കിൽ ആത്മാർത്ഥമായ ഇടപെടലുകൾ നമുക്കുണ്ടായിരിക്കണം. ഇനി ഒരു ഖൈറമില്ലത്ത് തിരിച്ചു വന്നേ മതിയാകൂ. കോടീശ്വരനായ മനുഷ്യൻ എന്തു ചെയ്യുന്നു? വസ്ത്രം അലക്കിയിട്ട് പകലിട്ട വസ്ത്രം രാത്രി അലക്കിയിട്ട് പിറ്റേന്ന് വസ്ത്രം ഇടുക. ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട MK ഹാജി എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കുർത്തയും ഒരു പൈജാമയും അദ്ദേഹത്തിൻ്റെതായ പെട്ടെന്ന് ഖൈറമില്ലത്തിനെ കണക്കിലെടുപ്പിച്ചിട്ട് മേലെ വസ്ത്രം ബാഗിൽ വെച്ചു കൊടുത്തു. ദേഷ്യപ്പെട്ടു സാധനം കണ്ടപ്പോൾ. പക്ഷെ പിന്നീട് MK ഹാജി ആണെന്ന് അദ്ദേഹത്തിന് വളരെ തന്റെ രാഷ്ട്രീയ ശിഷ്യനാണ്, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. പല ആളുകളും ഖൈറമില്ലത്തിന് കത്തയക്കും, കത്തിന് കൃത്യമായി മറുപടി എഴുതും, എന്നിട്ട് കവറിലിടും. പക്ഷെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ല. ഇന്ന് പോലും സ്റ്റാമ്പിന് കുറച്ച് പൈസയുള്ളത്. എന്നിട്ട് ബാഗിൽ പല ആളുകളും ഈ കത്ത് ആർക്കോ എഴുതി വെച്ച കത്ത് കണ്ടിട്ട് ആരോ എടുത്തൊട്ടിക്കും, സ്റ്റാമ്പ് കയറ്റി അയക്കും. ഖൈറമില്ലത്തിന്റെ കയ്യിൽ സ്റ്റാമ്പ് വാങ്ങാൻ പൈസ ഇല്ല. ഇന്ത്യ തപാലോപ്പി മനുഷ്യന്റെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ അപൂർവമായി മാത്രമാണ് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ബഹുമതികൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും മുസ്ലിമിനെ തേടി വരാറുള്ളത്. ഖൈറമില്ലത്ത് മരിച്ചപ്പോൾ സ്റ്റാമ്പ് ഇറക്കി. സ്റ്റാമ്പിന്റെ ചരിത്രം എന്ന അതൊരു ചരിത്രമാണ് ഖൈറമില്ലത്തിന്. ആര് കത്തയച്ചാലും ഉടനെ കത്തിന് മറുപടി എഴുതി കവറിലാക്കി വെക്കും. പക്ഷേ സ്റ്റാമ്പ് വാങ്ങാൻ പൈസ കയ്യിലുണ്ടാവില്ല. പൈസ കിട്ടണം എവിടുന്നെങ്കിലും അപ്പോഴേക്ക് അയക്കൂ. ഇത് കണ്ട ചില ബിരുദന്മാരെന്ത് ചെയ്യും? ബാഗ് പരിശോധിക്കും. ആർക്കും പരിശോധിക്കാവുന്ന ബാഗല്ലേ, ലക്ഷങ്ങളൊന്നും ഇല്ലല്ലോ, കയ്യിലൊന്നും ഇല്ലാത്ത ബാഗല്ലേ, ഒന്നും കയ്യിലില്ലാത്ത ബാഗല്ലേ, ആർക്കും പരിശോധിക്കാലോ. ഇങ്ങനെ ചില ബിരുദന്മാരാണ് അവസാനം കത്തേക്കുക. ഇതാണ് ഹബീബായ നബി പറഞ്ഞാൽ ഉലമാ വൽ ഉമറ എന്ന് പറഞ്ഞ ഉദാഹരണം. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് അകാരണമായി അനവധി മുസ്ലിം നേതാക്കന്മാരെയും ബന്ധപ്പെട്ടവരെയും പ്രവർത്തകന്മാരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തു സർക്കാർ. പിന്നീടും അതുമാത്രമല്ല, പിൽക്കാലഘട്ടത്തിലെ
1970 അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കുറിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു കളി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരിക്കൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തുന്നു. യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലെല്ലാം എന്തു ചെയ്യും? ഖായിദ മില്ലത്ത് യുദ്ധകാലഘട്ടത്തിൽ തന്റെ പാർലമെന്റ് ശമ്പളം പകുതിയായി യുദ്ധ ഫണ്ടിലേക്ക് സ്ഥിരമായി കൊടുക്കും. ഈ ദരിദ്രൻ ശമ്പളമുള്ളത് 800 രൂപ, നാടാകെ ചുറ്റി നടക്കണം. യുദ്ധകാലഘട്ടത്തിൽ യുദ്ധ ഫണ്ടിലേക്ക് മാസത്തിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി യുദ്ധ ഫണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെ ജീവിച്ചിരുന്നത്. സ്വന്തം മകൻ മിയാ ഖാനെ രാജ്യത്തിന്റെ ഒരു യുദ്ധത്തിന്റെ വേളയിൽ പോയിട്ട് സൈനിക സേവനം നടത്താൻ നിർബന്ധിച്ചു. അങ്ങനെ മിയാ ഖാൻ സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്ന ഓഫീസിൽ പോയി പരിശോധിച്ചപ്പോൾ വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. എന്റെ മകനെ തോക്കിന്റെ മുന്നിൽ മറുരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ എന്റെ മകനെ മുന്നിൽ നിർത്തണമെന്ന് മഹാനായ നെഹ്റുവിനോട് പറഞ്ഞു. വികാരത്തോടുകൂടെ, വളരെ വികാരക്ഷോഭങ്ങളോടുകൂടെയാണ് ആ വാക്കുകൾ നെഹ്റു ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ ഒരു വേള പല മുസ്ലിം ചെറുപ്പക്കാരെയും നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. ഖായിദ മില്ലത്തിന് വളരെ വിഷമമുണ്ടായി. ഇതാ ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നു. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ സംശയത്തിന്റെ പേരിൽ നാട്ടിലുടനീളം വെറുതെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഒരുങ്ങി. ഇടക്കാല പ്രധാനമന്ത്രി ഗുൽസാർ ലാൽ നന്ദയുടെ റൂമിലേക്ക് ഖായിദ മില്ലത്ത് കടന്നു വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. പ്രധാനമന്ത്രിയായിരുന്നു ഗുൽസാർ ലാൽ നന്ദ. ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നു 2 തവണ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഘട്ടമായിരുന്നു അത്. ഗുൽസാർ ലാൽ നന്ദയുടെ ഓഫീസിലേക്ക് കയറി വന്നു മഹാനായ ഖായിദ മില്ലത്ത്. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, താങ്കൾ തെളിവില്ലാതെ സംശയത്തിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും മുസ്ലിങ്ങളെയും അറസ്റ്റ് ചെയ്യരുത്, കയ്യാമം വെച്ചുകൊണ്ട് ദ്രോഹിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അവരുടെ നേതാവായ എന്റെ കരങ്ങളിൽ വിലങ്ങ് വെക്കൂ. എത്രയോ സ്ഥലങ്ങളിൽ ഈ ചരിത്രം കാണാം. ഗുൽസാർ ലാൽ നന്ദ തന്റെ ഇരിപ്പിടത്ത് എണീറ്റു. മേശയുടെ അപ്പുറത്തിരുവന്ന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്തിനരികിലേക്ക് വന്നു. എന്നിട്ട് ആ 2 കൈകളും ഇങ്ങനെ കൂട്ടിവെച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത്ര പരിശുദ്ധമായ കൈകളിൽ ആമം വെക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. ഇത്ര പരിശുദ്ധമായ കൈകളിൽ ആമം വെക്കാൻ ആർക്കാണ് കഴിയും? 2 കൈയും കൂട്ടിപ്പിടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, അതാണ് മുസ്ലിം ലീഗിന് അംഗീകാരം, അതാണ് ഖായിദ മില്ലത്തിന് അംഗീകാരം. അങ്ങനെ നേതാവ് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കും. ഇന്ന് സംഘടനകളുടെ മേലിൽ വാരിക്കൂട്ടാൻ നോക്കുന്ന പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവനവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കുക. അവനവനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്റെ കുട്ടികളെയും രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെയും മുസ്ലിങ്ങളെയും പാകിസ്ഥാനുമായി നമ്മൾ യുദ്ധം ചെയ്യുന്നു എന്ന പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യരുത്. നമ്മളെല്ലാം ഒരാട്ടം നമ്മൾ എല്ലാവരെ പോലെയും യുദ്ധത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ കൂടെയുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ തർക്കസ്ഥലത്തെ കുറിച്ച് EMS എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ നിന്നും ചൈനയുടെ നിന്നും വിചാരിക്കുന്ന സ്ഥലം, പ്രഖ്യാപിക്കുന്ന സ്ഥലം എന്നാ പറഞ്ഞത്. അവരൊക്കെ ദേശസ്നേഹികളാവുക, അവരൊക്കെ രാജ്യത്തിന് വായുവിനും വെള്ളത്തെയും പോലെ പ്രധാനപ്പെട്ടവരാവുക. രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാൻ യുദ്ധം ചെയ്തും രാജ്യത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന ഖായിദ മില്ലത്തിനെ പോലത്തെ ആളുകൾ പാകിസ്ഥാൻ ചാരന്മാരുമാവുക. നിങ്ങൾ എന്റെ കുട്ടികളെ ദയവായി അറസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നേതാവായ എന്റെ കൈലാമം വെക്കൂ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ചേംബറിലേക്ക് കയറി ചെന്നു. ഏറെ വികാരത്തോടെയും നിറക്കണ്ണുകളോടെയും പ്രധാനമന്ത്രി അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് നേരെ മേശയുടെ ഇങ്ങേ ഭാഗത്തേക്ക് വന്ന് 2 കൈകൾ കൂട്ടിപ്പിടിച്ചു. ഖായിദ മില്ലത്തിന്റെ ഇത്ര പരിശുദ്ധമായ കൈകളിൽ ആമം വെക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമോ എന്ന് ചോദിച്ചു. അതാണ് ഖായിദ മില്ലത്ത്, അതാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ചരിത്രം ഞാൻ റമളാൻ മാസത്തിൽ പറഞ്ഞത്. ഇത് ഇബാദത്താണ്. ഇങ്ങനെയും ചില മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. പ്രസ്ഥാനങ്ങളൊന്നും കൂടുപോലെ മുളച്ചതല്ല എന്ന് ചിന്തിക്കണം. അതിന്റെയൊക്കെ പിന്നിൽ ഉജ്ജ്വലമായ ത്യാഗത്തിന്റെ കഥയുണ്ട്, വലിയ മനുഷ്യരുടെ ത്യാഗത്തിന്റെ കഥകളുണ്ട്. സദാസമയവും കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാവും.
ഇരുത്തം നടത്തം എല്ലാം തസ്ബീഹിലാണ്. ചുണ്ടുകൊണ്ട് തസ്ബീഹ് മൊഴിയാത്തൊരു സെക്കൻഡ് ഖൈദമില്ലത്തിനില്ല. സാത്വികളായ ആരിഫീങ്ങളായ സൂഫികളായ ആലിമീങ്ങളായ അന്വർത്ഥമാക്കുന്ന ജീവിതം സദാസമയവും മുസബ്ബിഹാണ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും സദാസമയവും. പാർലമെന്റിൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന നേരത്തും തസ്ബീഹിന്റെ മാലയുടെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. കാര്യങ്ങളിലൊക്കെ ഗൗരവമായി ശ്രദ്ധിക്കും. എവിടെ ഇടപെടേണ്ട സ്ഥലം വന്നാൽ എവിടെപെടും. ഖായിദമില്ലത്തും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ നെഹ്റുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, മിണ്ടുകയില്ല ഒരാള്. പട്ടേലിനെ പോലെയുള്ള ഉരുക്ക് മനുഷ്യന്മാർ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത്, നെഹ്റുവിനെ പോലെയുള്ള വലിയ മനുഷ്യർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിറ്റുകളും ചിന്തകരും വലിയ വലിയ കഴിവുള്ളവർ ഇന്ത്യൻ പാർലമെന്റിൽ നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് അവരുടെ കൂട്ടത്തിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ തന്റെ തസ്ബീഹ് മാല മറിഞ്ഞുകൊണ്ടേയിരിക്കും. പാർലമെന്റിൽ ഇരിക്കുക. എവിടെയെങ്കിലും ഒരു വിഷയം ന്യൂനപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുഗമമായ പോക്കിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തിനെതിരെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അവിടെ എണീക്കും. ഖായിദമില്ലത്തെണീറ്റ പിന്നെ ഒരാൾ മിണ്ടൂല. പാർലമെന്റിന്റെ അകത്തളം സൂചി വീണ നിശബ്ദതയായിരുന്നു. മിണ്ടൂല. എന്തുകൊണ്ട്? ആവശ്യത്തിനല്ലാതെ മുഹമ്മദ് ഇസ്മായിൽ എണീക്കൂല. അത്രയേറെ ആദരിച്ചുകൊണ്ടാണ് നെഹ്റു ആ മനുഷ്യനെ ബഹുമാനിച്ചത്. ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യന്മാരെന്നറിയപ്പെട്ട ആഭ്യന്തരമന്ത്രിമാർ വരെ അങ്ങനെയാണ് ബഹുമാനിച്ചത്. ദൈവികമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ദൈവിക ചിന്തയുള്ള മനുഷ്യനാണ്, ദൈവിക സഹായമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും അവസാന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദ് കോൺഗ്രസിന്റെ തന്നെ ചില മെമ്പർമാരുടെ അനവസരത്തിലുള്ള ഇടപെടലുകളും കുത്തുവാക്കുകളും കാരണം മാസങ്ങളോളം മിണ്ടാതെ പാർലമെന്റിൽ ഇരുന്ന സമയമുണ്ടായിട്ടുണ്ട്. ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അർത്ഥഗർഭമുള്ള മൗലിയായിരുന്നു അവസാന കാലത്ത്. എന്നാൽ അവസാന ദിവസം വരെ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ ജനത്തിന് വേണ്ടിയും ശബ്ദിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട മദ്രാസുകാരൻ. അദ്ദേഹം എണീറ്റാൽ സൂചി വീണ നിശബ്ദത. സദാസമയവും മുസബ്ബിഹായിരിക്കും, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും സദാസമയവും.